നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇതാ ഞാൻ നെയ്യപ്പായിട്ട് വന്നു. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒത്തന്റിക് നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ്, അതായത് വിത്തൗട്ട് മൈദ, വിത്തൗട്ട് ബേക്കിംഗ് സോഡ. പെർഫെക്റ്റ് റെസിപ്പി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബ്ലോഗിൽ ഇട്ടുണ്ടായിരുന്ന മൈദ ചേർത്തിട്ടുള്ള നെയ്യപ്പായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതല്ലല്ലോ വേണ്ടിയിരുന്നത്, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ ഈ റെസിപ്പിക്ക് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത് കവിതയാണ്, എന്റെ ഫ്രണ്ട്. അപ്പൊ കവിത ഒരുപാട് താങ്ക് യു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന ഒരു സംഭവമല്ല നെയ്യപ്പം. അതാണ് നെയ്യപ്പം ഉണ്ണിയപ്പം തമ്മിലെ വ്യത്യാസം. നെയ്യപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് ടെക്സ്ചർ ആയിരിക്കും, അതായത് നല്ല മൊരുമൊരായിരിക്കും അല്ലെ. എനിക്കിപ്പോ നെയ്യപ്പത്തിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ ഈ ചായക്കടയിൽ നിന്ന് ഇപ്പൊ ചെറുപ്പത്തില് കേട്ടോ, ചായക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യപ്പം, അതുപോലെ തന്നെ ഈ വയറ് കാണാനും അല്ലെങ്കിൽ എന്താ പറയാ അടുക്കള കാണാനൊക്കെ പറ്റത്തില്ല, അങ്ങനെ കൊണ്ടുവരുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നിരുന്ന നെയ്യപ്പം, നേന്ത്രപ്പഴം, ഹൽവ, അതുപോലെ തന്നെ അച്ചപ്പം, കുഴലപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് നമ്മുടെ നെയ്യപ്പത്തിനോടുള്ള പരിചയം. ചെറുപ്പത്തിലെ കഴിച്ചിരുന്ന നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് എനിക്ക് പിന്നെ കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ചായക്കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് മൈദ ചേർത്തിട്ടുള്ള നെയ്യപ്പാണ്. പഴയ രീതിയിലുള്ള നെയ്യപ്പം കണ്ടു കിട്ടാനേ ഇല്ല ഇപ്പൊ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം ബാറ്ററിന്റെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന എണ്ണയുടെ ചൂട് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ ചൂടിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നെയ്യപ്പം പൊന്തി വരില്ല. അതേസമയം വളരെയധികം ചൂടായിരിക്കുന്ന സമയത്തും ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാലും നെയ്യപ്പം ശരിയായി വരില്ല. കാരണം പൊങ്ങി വരികയെങ്കിൽ പോലും അതങ്ങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളിലങ്ങ് കുക്കാവില്ല. അപ്പോൾ ഒരു മീഡിയം ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ എപ്പോഴും ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുമ്പോൾ അത് 100% റെഡി ആയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഒഴിച്ചു വരുമ്പോൾ അത് പൊട്ടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മാത്രം മതി, അതിൻ്റെ എണ്ണയുടെ ചൂട് കറക്റ്റ് അല്ല എന്നുള്ള കാര്യം. എണ്ണയുടെ ചൂട് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മുകളിലേക്ക് പൊന്തി വരുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവില്ല. പിന്നെ നമുക്ക് പതുക്കെ തിരിച്ചിട്ടിട്ട് അങ്ങ് ചെറിയ തീയിലിട്ടിട്ട് ഈവനായിട്ട് കുക്ക് ചെയ്തെടുക്കണം, ഉള്ളിൽ കറക്റ്റായിട്ട് വേവണം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ പറയാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഇത്ര വാരി വലിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വാരി വലിച്ച് ഡിസ്ക്രിപ്ഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ 95% സബ്സ്ക്രൈബേഴ്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്തവർ ജസ്റ്റ് ഇഗ്നോർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന നമ്മുടെ പൂരം വറുത്തത് അല്ലെങ്കിൽ അവലോസ് പൊടി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പവും അവലോസ് പൊടിയൊക്കെ തയ്യാറാക്കുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നെയ്യപ്പം തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരി വേണം അല്ലേ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി, അതായത് 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന അരിയാണ്. ഇതിലൊട്ടും വെള്ളമില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും അരി നന്നായി കുതിർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്നാലും മാത്രമേ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ച് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഞാനൊരു 8 മണി 9 മണിയാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത്ര സമയം ഫെർമെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശർക്കര. ഞാനിപ്പോൾ ഇവിടെ ഒരു 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് ഡിപ്പെൻസ്, ഓരോരുത്തർക്കും മധുരം എത്ര വേണം അതിനനുസരിച്ച് മാറ്റം വരും. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കര പാനിയിലാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എടുക്കും ശർക്കര ഒന്ന് ഉരുകി വരാൻ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചീകി ഇട്ടോളൂ, പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കിട്ടും. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്, പാനിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കണം അരി. അപ്പോൾ ഈ വാരി വെച്ചിരിക്കുന്ന, അതായത് ഒട്ടും വെള്ളമില്ലാത്ത അരി ശർക്കര പാനി ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. 1 ഗ്ലാസ് അരി ആദ്യം അരയ്ക്കുക, പിന്നെ 1 ഗ്ലാസ് അരി, അങ്ങനെ മൊത്തത്തിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. എക്സ്ട്രാ വെള്ളം നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാർ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് അരി പകുതി പോർഷൻ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 2 ഗ്ലാസ് അല്ലേ നമ്മൾ അരി എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ 1 ഗ്ലാസോളം അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മിക്സിയുടെ പോലെ. അതിലേക്ക് ഞാനിപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന
ശർക്കരപ്പാനിയുടെ അരഭാഗം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പകുതി ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആവാൻ പാടില്ല. നമ്മുടേത് ഒരു ചെറിയ തരി ഉണ്ടായിരിക്കണം. ഇഡ്ഡലി മാവിനെ കരച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് തരി ഫീൽ ചെയ്യണം. അതായത് പുട്ടുപൊടിയുടെ ഒക്കെ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ, അത് സൂക്ഷിക്കുക. അപ്പോൾ ജസ്റ്റ് ആദ്യം വിപ്പ് ചെയ്ത് അരയ്ക്കുക, എന്നിട്ട് ഓവറായിട്ട് അരയുന്നതിനേക്കാൾ മുമ്പായിട്ട് നിർത്തുക. ഓക്കെ, ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് ഈ മാവ് തൊട്ട് നോക്കുമ്പോൾ ഒരു തരി ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നെയ്യപ്പം ക്രിസ്പി ആവില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിൽ മൈദയും ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം. പക്ഷെ അതേസമയം ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിയപ്പത്തിന്റെ സ്വാദയല്ല നെയ്യപ്പത്തിന്. കാരണം ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കും, പക്ഷെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ക്രിസ്പിയാണ്. എപ്പോഴും സൈഡൊക്കെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞിരിക്കുന്ന പോലെയാണ്, ഉള്ളിലും ഓവറായിട്ടൊന്നും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പൊ അതേസമയം നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് റിയൽ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് അരി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഈ റെസിപ്പിയിൽ. ഓക്കെ, അപ്പൊ തയ്യാറാക്കിയിരിക്കുന്ന മാവ് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് ഒരു 5 നെയ്യപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതെപ്പോഴും മനസ്സിൽ ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര നെയ്യപ്പം വേണമെന്നനുസരിച്ച് നിങ്ങൾ ഇടുന്ന അരിയുടെ അളവ് തീരുമാനിക്കുക. ഒരു 10-12 നെയ്യപ്പം ഇത് ഈ അളവിൽ കിട്ടുള്ളൂ, 2 ഗ്ലാസ് അരിക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിന്റെ സൈസ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. ബാക്കിയുള്ള ഒരു ഗ്ലാസ് അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ അരച്ചെടുക്കുക. ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ ബാക്കിയും കൂടെ ശർക്കര നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമുക്ക് ബാക്കി വെക്കാം, നോക്കാം മിക്സ് ചെയ്തിട്ട്, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ അരച്ചിട്ട് വരട്ടെ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. അതിനുശേഷം തുറന്നിട്ട് മുകളിലേക്ക് വരുന്ന അരിയൊക്കെ വീണ്ടും താഴോട്ടാക്കിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് മാവും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ ഇരിക്കുന്ന ശർക്കര നീരും കൂടെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനി ഉരുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഉരുക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം പാടില്ല ശർക്കരപ്പാനിക്ക്. കാരണം ഇത് നമുക്ക് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ നെയ്യപ്പത്തിന്റെ മാവിന്റെ അളവ് എന്ന് പറയുന്നത്. അതായത് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസ്, അതേസമയം ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ്. അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് മധുരം പാകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 350 എടുത്തിട്ടില്ല ശർക്കര. കുറച്ചും കൂടെ ശർക്കര നീര് ബാക്കിയുണ്ട് ഇവിടെ. അതായത് ഒരു 320 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാം ആദ്യം ഒഴിക്കണ്ട. ആദ്യം കുറച്ച് ബാക്കി വെച്ചിട്ട് ഒഴിച്ചിട്ട് നോക്കൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെയും മധുരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വറുത്ത് വരുമ്പോൾ കുറച്ചും കൂടി മധുരം കുറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബാറ്ററിൽ ഒരു തരി മധുരം മുന്നിട്ട് നിന്ന് കഴിഞ്ഞാലാണ് നമ്മൾ വറുത്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ എനിക്ക് ഇച്ചിരി മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഞാനിപ്പോൾ നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഏലക്കയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി. ഞാനിത് ഒരു 4-5 ഏലക്ക കുറച്ച് പഞ്ചസാരയിൽ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടിയുടെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറുത്ത എള്ളാണ്. കറുത്ത എള്ള് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ളിന്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഞാൻ ഒരുപാടൊന്നും ഇടാറില്ല, കുറച്ച് ഇടാറുള്ളൂ. ഇത്ര മാത്രം ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ നെയ്യപ്പത്തിൽ ചേർക്കാറുള്ളൂ. പിന്നെ ചിലവർ നാളികേരക്കൊത്ത് വറുത്തിടാറുണ്ട്, നാളികേരം വറുത്തിടാറുണ്ട്, ചിലർ പഴം ചേർക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ഒത്തന്റിക് ആയിട്ടുള്ള നെയ്യപ്പത്തിലില്ല. ഇത്ര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ എപ്പോഴും മധുരത്തിന്റെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുള്ള പോലെ അല്പം ഉപ്പാണ്. ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യപ്പായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നെയ്യിന്റെ അളവ് ഡിപ്പെൻസ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നെയ്യപ്പായതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്ന നെയ്യിലായിരുന്നു. പിന്നെ അത് ലോപിച്ച് വെളിച്ചെണ്ണയിലായി. ഇപ്പൊ ആരും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണില്ല. ഇപ്പൊ എല്ലാവരും വേറെ ഓയിലുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൈദ ചേർക്കണമെങ്കിൽ ചേർക്കാം, ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. പഴം ചേർക്കാം. പക്ഷെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിന്റെ സ്വാദിലോട്ട് പോകും. നമുക്ക് നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് വരില്ല ഇതിലൊന്നും. അപ്പോൾ ഉണ്ണിയപ്പം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും. അപ്പൊ അത് മനസ്സിലാക്കുക. അത് നെയ്യപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ഇരിക്കുന്ന ഒരു സംഭവമാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവമാണ്. അതേസമയം ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ പഴം ചേർത്തൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ കേടായി പോകും. അപ്പോൾ നെയ്യപ്പം ഉണ്ണിയപ്പം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം അതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനങ്ങ് എടുത്ത് വെക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ആണ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ സമയം
രാത്രി 6 മണിയാവാനേ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഞാൻ ഒരു 8 മണിയാകുമ്പോൾ ഉണ്ടാക്കുള്ളൂ. കാരണം സ്കൂളിൽ പിള്ളേരൊക്കെ വിട്ടതിന് ശേഷം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 14 മണിക്കൂറിൻ്റെ ഫെർമെൻറ്റേഷനാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇത് കേടൊന്നും ആവില്ല, അത് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ അടച്ച് വെക്കാൻ പോവുകയാണ്. തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും 14 മണിക്കൂർ കൊണ്ട് റെഡി ആയിക്കോളും. അതേസമയം ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കേരളത്തിലാണ് ചൂടൊക്കെ ആണല്ലോ ചേച്ചി കേടാവെന്ന് ചോദിച്ചാൽ ഒരിക്കലും കേടാവില്ല. അടച്ച് നമുക്ക് വെക്കാണ്ട് നാളെ രാവിലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അത് അടച്ച് വെക്കാം കേട്ടോ. 14 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി തിക്കായിട്ട് പോലെ തോന്നി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവിരിക്കുന്നത്. അത് ഒഴിക്കുമ്പോൾ സുഖമായിട്ട് ഒഴിക്കാൻ പറ്റണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കൂ. ഒരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക. ഒരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ശർക്കരയോ അല്ലെങ്കിൽ ഉപ്പഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കണം അല്ലേ. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം, ഇതിനേക്കാളും ചെറിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് എൻ്റെ അടുത്ത് ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി വലിയ പാത്രം വെച്ചിരിക്കുന്നത്. കുഴി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ. അപ്പം നിങ്ങളുടെ അടുത്ത് കുഴിയുള്ള അപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. കാരണം എൻ്റെ അപ്പത്തിൻ്റെ ചട്ടി കളറൊക്കെ മാറി പഴയത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതിരുന്നത്. സാധാരണ രീതിയിൽ ഞാൻ അതിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചെറിയ ചട്ടിയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെറിയ നെയ്യപ്പം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതേസമയം വലിയ നെയ്യപ്പം വേണമെന്നുണ്ടെങ്കിൽ വലിയ തവി ഒഴിച്ചു കൊടുക്കാൻ മാവ്. അപ്പോൾ നമ്മുടെ എണ്ണ ഒരു മീഡിയം ആയിട്ട് ചൂടായിട്ടുണ്ട്. ഓവറായിട്ട് ചൂടായിട്ടില്ല, എന്നാലും ഒരു മീഡിയം ആയിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. തന്നെ മുകളിലോട്ട് പൊന്തി വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ നന്നായി ഉള്ളിലൊക്കെ നന്നായിട്ട് അങ്ങ് വെന്തോളും. ഉള്ളിലൊക്കെ നന്നായി കുക്കാവണം കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം പതുക്കെ. നല്ല അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ നെയ്യപ്പം. ഇനി ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ മീഡിയം തീയിൽ വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഉള്ളിൽ വേവില്ല. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കുക്കാവില്ല. പക്ഷെ അതേസമയം കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതാണ് നെയ്യപ്പം ഒരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കുക. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നെയ്യപ്പം തന്നെ കൊള്ളായിട്ട് മാറും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ അരിവൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ സൂക്ഷിക്കുക. ഒരു 3-4 മിനിറ്റ് പിടിക്കും നമ്മളെ നെയ്യപ്പം കറക്റ്റായിട്ട് കുക്കായി വരണമെങ്കിൽ. പിന്നെ ചെറിയ തവി മാവ് എടുത്ത് ഒഴിച്ചാൽ മതി. ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിൽ ഇടണ്ട. അപ്പോൾ പതുക്കെ സമയം എടുത്തിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക സോഫ്റ്റ്നെസ് പോരാന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ മിക്സ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ മൈദ ആഡ് ചെയ്തോളൂ. പക്ഷേ മൈദ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ആ ക്രിസ്പി എഫക്റ്റ് കിട്ടാനും നമ്മുടെ പഴയ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടാനും. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ നെയ്യപ്പം ചെയ്യേണ്ടത്. പക്ഷെ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആ നാട്ടിലെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇന്നിപ്പോൾ നാട്ടിൽ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാ ബേക്കറിയിൽ കിട്ടുന്ന നെയ്യപ്പത്തിലും മൈദ അവർ ചേർത്തിട്ടുണ്ടാവും. പഴയ രീതിയിലുള്ള നെയ്യപ്പൊക്കെ കിട്ടാൻ വളരെ അപൂർവമാണ്. പണ്ടത്തെ അപ്പൂപ്പന്മാരൊക്കെ നടത്തുന്ന ചായക്കടയിലൊക്കെ പോകണം നമുക്ക്. അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പഴയ രീതിയിലുള്ള പഴയ ടേസ്റ്റിലുള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടല്ലേ നമ്മൾ സമയം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അല്ലാണ്ട് പെട്ടെന്ന് ഹർബറി ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. നെയ്യപ്പം ഉണ്ണിയപ്പത്തിനേക്കാളും വേവ് കൂടുതലാണ് കുക്കിംഗ് ടൈം നമുക്ക് വേണം. അല്ലാന്നെങ്കിൽ ഉള്ളിലങ്ങ് വെന്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് പതുക്കെ പതുക്കെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ നെയ്യപ്പം അടിപൊളി കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഓവറായിട്ട് അങ്ങ് ഇനി കുക്ക് ചെയ്യേണ്ട. കാരണം ഭയങ്കരമായിട്ട് ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ നെയ്യപ്പം. അപ്പം ഈ ഒരു പരിവായിരിക്കുന്ന സമയത്ത് നമുക്ക് നെയ്യപ്പം അങ്ങ് കോരിയെടുക്കാം. എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ അങ്ങ് കോരി ഒരു കിച്ചൺ ടിഷ്യൂവിൽ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. തൽക്കാലം ഞാനൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ എണ്ണയുടെ ചൂട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. മീഡിയം ചൂടാക്കിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എണ്ണയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഒരു നെയ്യപ്പം ഉണ്ടാക്കിയതിന് ശേഷം, കാരണം ചൂട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് തിരിച്ച് മീഡിയത്തിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിനുശേഷം അപ്പം തന്നെ
ചെറിയ തീയിലോട്ട് മാറ്റണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളിലങ്ങ് വേവില്ല. ചൂടായിട്ടുണ്ട്, മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ മുകളിലോട്ട് പൊന്തി വരുന്ന സമയത്ത് വേണം നമുക്ക് അതിലോട്ട് എണ്ണ അങ്ങ് കോരി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വീർത്ത് വരും. കാരണം മുകളിലേക്കും കൂടെ എണ്ണ വീഴുമ്പോഴാണ് കറക്റ്റായിട്ട് ഇങ്ങനെ വീർത്ത് വരിക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നും തെറിക്കാണ്ട് പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് നെയ്യപ്പം ചുട്ടെടുക്കാം. നെയ്യപ്പം ചൂടാന്ന് നമ്മൾ പറയാം അല്ലേ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. കുട്ടികൾക്കൊക്കെ കൊടുക്കുക നമ്മുടെ നാടിൻ്റെ സ്വന്തം നെയ്യപ്പം. ഇപ്പോൾ രണ്ടാമത്തെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം കഴിച്ച് നോക്കാൻ പോവാണ്. എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറുമുറ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഈ പോയിന്റാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ചൂടുള്ള സമയത്ത് പൊന്തി വരുള്ളൂ. ചൂടില്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ പൊന്തില്ല കേട്ടോ. പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി തീ കുറയ്ക്കുക. ഇനി പതുക്കെ അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാ നെയ്യപ്പവും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പമാണ്. അതേസമയം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ണിയപ്പം പോലെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇത് ഇത്തിരി ഹാർഡാണ്, ക്രിസ്പിയാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇത് കുറച്ച് ദിവസം ഇരുന്നാലും കേടുവരാത്തൊരു സംഭവമാണ് നെയ്യപ്പം. കാരണം ഇതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിരിക്കണം. അപ്പോഴും ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. പണ്ടത്തെ കാലത്ത് കിട്ടിയിരുന്ന പോലത്തെ ക്രഞ്ചി ആയിട്ടുള്ള നെയ്യപ്പമാണ്. നെയ്യപ്പം കറക്റ്റായിട്ട് ഉള്ളിൽ നല്ല പൊള്ളയായിട്ടിരിക്കണം. വീർത്ത് വരുന്ന സ്ഥലത്തൊക്കെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അതായത് സ്പേസിൽ ഫുൾ പൊള്ളയായിരിക്കും കേട്ടോ. അതാണ് കറക്റ്റായിട്ടുള്ള നെയ്യപ്പം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കുക. തീ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. നമ്മൾ തേൻ മിഠായി ഉണ്ടാക്കി പറഞ്ഞ പോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണത്. ഇപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് ശരിയായില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ടെൻഷൻ അടിക്കരുത്. വീണ്ടും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി നല്ല നെയ്യപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒത്തന്റിക് രീതിയിലുള്ള നെയ്യപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്